ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയ ആം ആദ്മി പാർട്ടി ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തും. മൂന്നിടത്ത് എത്താൻ പ്രവർത്തകർക്ക് ആം ആദ്മി പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതിഷേധത്തിൽ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ പങ്കെടുക്കും. പട്ടേൽ ചോക്ക് മെട്രോ സ്റ്റേഷനടക്കം പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കസ്റ്റഡിയിലിരുന്നും അരവിന്ദ് കെജ്രിവാൾ ഭരണം തുടരുകയാണ്. നോബിൾ മാറിക്കാരും വിശദാംശങ്ങളുമായി. നോബിൾ, ഇന്നിപ്പോൾ സംഭവബഹുലമാണോ ഡൽഹി ഹോളിക്ക് ശേഷം? നികേഷ്, ഡൽഹിയിൽ ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വസതി വളയാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ 10 മണി മുതൽ തന്നെ പ്രവർത്തകരോട് പട്ടേൽ ചോക്ക് അടക്കമുള്ള പട്ടേൽ ചോക്ക്, ആം ആദ്മി ആസ്ഥാനം, അതോടൊപ്പം സെൻട്രൽ സെക്രട്ടറി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എത്താൻ നിർദ്ദേശം നൽകി. നമ്മൾ പട്ടേൽ ചോക്കിലെ മെട്രോ സ്റ്റേഷനിലാണ് ഉള്ളത്. ഈ മെട്രോ സ്റ്റേഷന്റെ മൊത്തം 3 ഗേറ്റുകളാണ് ഉള്ളത്. പക്ഷേ രണ്ടാമത്തെ ഗേറ്റുകളിൽ മാത്രമാണ് ഇതിലെ ആളുകളെ കടത്തിവിടുന്നുള്ളൂ. ബാക്കി ഗേറ്റുകൾ എല്ലാം അടച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ എത്തുന്ന ആളുകളുടെ ID കാർഡ് ഉൾപ്പെടെ പരിശോധിച്ച ശേഷം മാത്രമാണ് ഇവിടെ കടത്തിവിടുന്നത്. കാരണം പ്രതിഷേധിക്കാൻ എത്തുന്ന ആളുകളെ തിരിച്ചറിയുക എന്താണ് ഇതുകൊണ്ട് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. എത്തുന്ന ആളുകൾ ഇത്തരത്തിൽ ഇവിടെ നിരവധി ഓഫീസുകൾ ഇത് ചുറ്റുമുണ്ട്. പ്രത്യേകിച്ച് ആ ഓഫീസുകളിലേക്ക് പോകുന്ന ആളുകളാണ് കൂടുതലും എത്തുന്നത്. പക്ഷേ അവരുടെ ഉൾപ്പെടെ ID കാർഡുകൾ പരിശോധിച്ച് ഉറപ്പുവച്ച ശേഷം മാത്രമാണ് മെട്രോ സ്റ്റേഷനിൽ പോലും പുറത്തേക്ക് ഇറക്കുന്നത്. അത്തരത്തിൽ വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ മെട്രോ സ്റ്റേഷൻ, അതായത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് അടുത്തുള്ള ലോക്കല്യാൺമാർ മെട്രോ സ്റ്റേഷൻ, അതോടൊപ്പം തന്നെ ഈ പട്ടേൽ ചോക്ക് മെട്രോ സ്റ്റേഷന്റെ 1, അതോടൊപ്പം 3 ഗേറ്റുകൾ, അതോടൊപ്പം തന്നെ സെൻട്രൽ സെക്രട്ടറിയേറ്റ് മെട്രോ സ്റ്റേഷന്റെ 5 എന്നീ ഗേറ്റുകൾ അടച്ചിരിക്കുകയാണ്. പൂർണ്ണമായും പ്രതിഷേധക്കാർ എത്തുന്നത് തടയുക എന്താണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയും നിരവധി പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. 10 മണി മുതൽ തന്നെ ഇങ്ങോട്ട് എത്താനായിരുന്നു പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പ്രവർത്തകർ പഞ്ചാബിൽ നിന്ന് ഉൾപ്പെടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പ്രവർത്തകർ എത്തി തുടങ്ങുന്നു. പ്രധാനമായും പ്രധാനമന്ത്രിയുടെ വസതി വളയുക എന്ന് പറയുമ്പോൾ സ്വാഭാവികം അവിടെ വരെ എത്തിപ്പെടുക എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. കാരണം അത്ര സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി വസതിക്ക് മാത്രമല്ല ആ ഭാഗത്തേക്ക് ഉൾപ്പെടെ പോകാൻ ആരെയും അനുവദിക്കുന്നത്. വാഹനങ്ങൾ പോലും വളരെ പരിമിതമായി മാത്രമാണ് കടത്തിവിടുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നിർത്തിയിടാനോ പോലും അനുവദിക്കുന്നില്ല. അത്തരത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ മുൻകരുതലുകൾ എന്ന നിലയിൽ വലിയ രീതിയിലുള്ള നടപടികൾ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് പ്രതിഷേധക്കാർ എത്തുന്ന പശ്ചാത്തലത്തിൽ അവരെത്തുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ തടയാനുള്ള നീക്കങ്ങളും പല ഭാഗങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയും ഇവരൊക്കെ പഞ്ചാബിൽ നിന്ന് പ്രതിഷേധിക്കാൻ വേണ്ടി എത്തിയ ആളുകളാണ്. അത്തരത്തിൽ നിരവധി പ്രതിഷേധക്കാർ ഇവിടെ എത്തുന്നുണ്ട്. सर अनंतपुर साहब नंगल डैम से आए हैं। हम अरविंद केजरीवाल जी को सपोर्ट करने आए हैं, तो हम सभी इसलिए आज इकट्ठे होकर आए हैं जो उनके साथ सरकार जो ज़बरदस्ती कर रही है उसके प्रोटेस्ट में हम उनके साथ करने यानी कि सपोर्ट करने आए हैं कि उनके साथ खड़े हैं हम। बिल्कुल आएगा जी। हाँ, देखिए देश में करप्शन ख़त्म हो रही है, बहुत सी चीज़ें डेवलप हो रही हैं, एजुकेशन पे काम हो रहा है, हेल्थ पे काम हो रहा है। तो देखो नॉर्मल बंदा रिपीट करेगा, आम बंदे के लिए बहुत बड़ा सहारा है आम आदमी। പ്രതിഷേധക്കാർ പലയിടങ്ങളിൽ നിന്ന് എത്തിയവരാണ്. അവരൊക്കെ ഇവിടെ എത്തിപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി പ്രതിഷേധം ആരംഭിക്കുമ്പോൾ ഒരുപക്ഷെ ഇവിടെ നിന്ന് ആളുകളെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉൾപ്പെടെ അവിടെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചില നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ഈ ഘട്ടത്തിൽ പ്രവർത്തകർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഒരു തരത്തിലുള്ള പ്രതിഷേധം അനുവദിക്കില്ല എന്നാണ് ദില്ലി പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിഷേധങ്ങൾക്ക് അനുമതി നിഷേധിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. टोटली प्रतिबंध है। यहाँ कोई भी इस टाइप का आंदोलन करना, नारेबाजी करना बैन है। आपसे रिक्वेस्ट की जा रही है कि आप लोग यहाँ से अपने अपने गंतव्य स्थान पे चले जाएं, वरना आपके खिलाफ कानूनी कार्रवाई की जाएगी। मैं दोबारा रिक्वेस्ट कर रहा हूँ कि ये नई दिल्ली का इलाका है, यहाँ धारा 144 लगी हुई है। धारा 144 के तहत किसी भी स्थान पर नई दिल्ली में इकट्ठे होना, प्रदर्शन करना, नारेबाजी करना, रास्ते को रोकना, ये सारी चीजें जो हैं आम जनता को तंग करती हैं, उनका आम जीवन अस्त व्यस्त होता है। അതായത് ഒരു തരത്തിലുള്ള പ്രതിഷേധവും അനുവദിക്കില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയോ അല്ലെങ്കിൽ വാഹനങ്ങൾ തടയുകയോ അല്ലെങ്കിൽ റോഡിൽ ഇറങ്ങി പ്രതിഷേധിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കും എന്ന മുന്നറിയിപ്പാണ് ഈ ഘട്ടത്തിൽ പോലീസ് നൽകുന്നത്. വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമാണ് ഈ ഘട്ടത്തിൽ ഈ പട്ടേൽ ചോക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ആം ആദ്മി ഓഫീസിന്റെ പരിസരത്തുമൊക്കെ പ്രവർത്തകർ എത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ ഉള്ളത്. പ്രധാനമായും ആളുകളെ ഇവിടുന്ന് പിരിച്ചുവിടാനാണ് പോലീസ് ശ്രമിക്കുന്നത്. നേരത്തെ തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു വലിയ സുരക്ഷാ വിന്യാസങ്ങൾ ഈ മേഖലയിൽ ഉൾപ്പെടെ ഒരുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എത്തിപ്പെടാൻ നിരവധി ആളുകളുണ്ട് എന്നത് വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നതും പ്രധാനപ്പെട്ടതാണ്. അതേസമയം ഈ ആം ആദ്മിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ട് മറ്റൊരു നിർദ്ദേശം കൂടി അരവിന്ദ് കെജ്രിവാൾ സർക്കാർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആരോഗ്യ വകുപ്പിനാണ് ഇത്തവണ
കേജ്രിവാൾ നിർദ്ദേശം നൽകിയത്. ആ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ മന്ത്രി സൗരഭ് ഭരദ്വാജ് നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതിഷി മർലേനയ്ക്ക് ജലവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേജ്രിവാൾ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എങ്ങനെയാണ് ആ കത്ത് പുറത്തു വന്നത് സംബന്ധിച്ച് ED അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഒരു നിർദ്ദേശം കൂടി സർക്കാരിന് കേജ്രിവാൾ നൽകിയിരിക്കുന്നത്. എന്താണെങ്കിലും ED ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ ED ഇക്കാര്യത്തിൽ മനസ്സിലാക്കുന്ന അരവിന്ദ് കേജ്രിവാളിനെ സന്ദർശിക്കുന്ന ആളുകൾ മുഖേനയാകാം ഈ കത്തുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിർദ്ദേശം എത്തുന്നത് എന്നുള്ളതാണ്. കാരണം ഇന്നലെ അരവിന്ദ് കേജ്രിവാളിന്റെ ഭാര്യ സുനിത കേജ്രിവാൾ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിഷി മർലേനെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ അഭിഭാഷകനും കേജ്രിവാൾ സന്ദർശിച്ചു. ഒരുപക്ഷെ ആ ഘട്ടത്തിലായിരിക്കാം ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നത് എന്നാണ് EDയുടെ ഒരു വിലയിരുത്തൽ. എന്താണെങ്കിലും ആം ആദ്മി പ്രവർത്തകർ ഉൾപ്പെടെ എത്തിയാണ്. ആ പ്രവർത്തകരോട് പോലീസ് വീണ്ടും സംസാരിക്കുകയാണ്. പ്രവർത്തകരോട് ഇവിടുന്ന് പോകണമെന്നാണ് നിർദ്ദേശിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ പ്രവർത്തകരോട് ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞുകൊണ്ടൊരു ഇവരെ പിരിച്ചുവിടാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. ഒരു പക്ഷേ അങ്ങനെ ഇവർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ലെങ്കിൽ സ്വാഭാവികമായും ഇവരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്, കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതയാണുള്ളത്. പോലീസും പ്രവർത്തകരും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും മെട്രോ സ്റ്റേഷനിൽ വെച്ച് തന്നെ പോലീസ് അവരെ നീക്കം ചെയ്യുകയാണ്. ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ നീക്കം ചെയ്യുകയാണ്. ദില്ലിയുടെ പല ഭാഗങ്ങളിൽ നിന്നായി ദില്ലിയുടെ 3 സ്റ്റേഷനുകളിലായി ആം ആദ്മി പാർട്ടി പ്രവർത്തകർ കേന്ദ്രീകരിക്കുകയാണ്. മെട്രോ സ്റ്റേഷനിൽ തന്നെ ഓരോ യാത്രക്കാരെയും പരിശോധിച്ച് പുറത്തേക്ക് വിടുന്നത് നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാമായിരുന്നു.